നമസ്കാരം. ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. അത് ദേശീയ തലത്തിൽ ഇരു മുന്നണികളും സമ്പൂർണ്ണമായി വിജയിക്കുകയോ പരാജയപ്പെടുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഇതാണ് ജനാധിപത്യത്തിൻ്റെ ഒരു സൗന്ദര്യവും. ജനങ്ങളുടെ തല്ലും തലോടലും രണ്ടുപേർക്കും വേണ്ടുവോളം കിട്ടിയിട്ടുണ്ട്. ഇതിൽ നിന്ന് പാഠം പഠിച്ച് തിരുത്തണമെന്നുള്ളവർക്ക് തിരുത്താൻ നല്ലൊരവസരമാണ് മുന്നിൽ. ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു പ്രത്യേക മേഖല ഏതെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിക്ക് തീറെഴുതി കൊടുത്തിരിക്കുന്നു എന്നുള്ള ധാരണ തിരുത്തുന്നത് കൂടിയാണ് ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പ് ഫലം. അത് യുപിയിലെ കാര്യമായാലും കേരളത്തിലെ കാര്യമായാലും അങ്ങനെ തന്നെ. നിലവിലെ ഭരണത്തിലോ പാർട്ടി സംവിധാനത്തിലോ അതൃപ്തരാണെങ്കിൽ ജനം മാറി ചിന്തിക്കും. അതൊക്കെ സ്വാഭാവികം തന്നെയാണ്. അതിലൊന്നും വലിയ അത്ഭുതമോ അല്ലെങ്കിൽ അസഹിഷ്ണുതയോ പ്രകടിപ്പിച്ചിട്ട് ഒരു കാര്യവുമില്ല. എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയ കാര്യം തെരഞ്ഞെടുപ്പ് പരാജയത്തെക്കുറിച്ച് CPMന്റെ നേതൃത്വം നടത്തിയ ചില പ്രസ്താവനകളാണ്. ഇത്ര വലിയൊരു പരാജയം അവർ പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അവരാരും കേരളത്തിലല്ലേ ജീവിച്ചത്? ഒരു രാഷ്ട്രീയ പ്രവർത്തനമോ ഒരു സർവേയോ പോലും നടത്താൻ കെൽപ്പില്ലാത്ത വെറും ഒരു സാധാരണക്കാരനായ എനിക്ക് പോലും അറിയാമായിരുന്നു CPM അമ്പയെ പരാജയപ്പെടുമെന്ന്. പിന്നെ ഇതിൻ്റെ നേതാക്കന്മാർ ആരെ മണ്ടന്മാരാക്കാനാണ് ഇത്തരത്തിൽ പറയുന്നതെന്നുള്ള കാര്യം വ്യക്തമല്ല. ഒരുപക്ഷെ അവരെ എന്നും വിശ്വസിച്ച് കൂടെ നിൽക്കുന്ന അണികളെ ആയിരിക്കാം അവരുദ്ദേശിക്കുന്നത്. അത് എന്തെങ്കിലും ആയിക്കോട്ടെ. ഇടതുപക്ഷത്തിൻ്റെ നേതൃത്വം കേരളത്തിൽ 20-15 സീറ്റുകളൊക്കെ ജയിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു കാണും. അങ്ങനെയൊക്കെ ചില സോഷ്യൽ മീഡിയകളിലും പ്രചാരണമുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലും അങ്ങനെയൊക്കെ ചിന്തിക്കണമെന്നുണ്ടെങ്കിൽ അപാരമായ ഭാവനാശേഷി തന്നെ ഉണ്ടാവണം. വെറും ഒരു സാധാരണക്കാരനായ ഞാൻ ഇടതുപക്ഷത്തിന് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നത് വെറും 3 സീറ്റാണ്. വെറും 3 സീറ്റ്. അതിലൊന്ന് ആലത്തൂരായിരുന്നു, അത് വിജയിച്ചു കഴിഞ്ഞു. പിന്നൊന്ന് ഉറപ്പായും വിചാരിച്ചിരുന്നത് ആറ്റിങ്ങലാണ്. പിന്നൊന്ന് മാവേലിക്കര, അത് ഏകദേശം ഉറപ്പായിരുന്നെന്ന് പറയാം. എന്നാലും മാവേലിക്കരയിൽ ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു. എന്നിരുന്നാലും ആലത്തൂരും ആറ്റിങ്ങലും ഉറപ്പായും പിടിക്കുമെന്ന് തന്നെ വിചാരിച്ചു. അത് ഇടതുപക്ഷ സർക്കാരിൻ്റെ മേന്മ കൊണ്ടൊന്നുമല്ല ആ മണ്ഡലങ്ങൾ വിജയിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നത്. അവിടുത്തെ സ്ഥാനാർത്ഥികളുടെ മേന്മ കൊണ്ട് ആ മണ്ഡലങ്ങൾ വിജയിക്കുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. ചരിത്രത്തിൽ സമാനതകളില്ലാത്ത രീതിയിൽ അധപ്പതിച്ച ഒരു ഇടതുപക്ഷ ഗവൺമെൻറ്റാണ് ഇപ്പോഴുള്ളത്. അതുപോലെ തന്നെ അവരുടെ പാർട്ടി, യുവജന സംഘടന, വിദ്യാർത്ഥി സംഘടന എല്ലാം കണക്കാണ്. ഇവരുടെ സംഭാവനകൾ എല്ലാം കൂടി പറയാൻ നിന്നാൽ ഈ വീഡിയോയിൽ നിൽക്കില്ല. അതുകൊണ്ട് തൽക്കാലം അതിലോട്ട് കടക്കുന്നില്ല. ആറ്റിങ്ങൽ മണ്ഡലത്തിലെ കാര്യമെടുത്താൽ അവിടെ എൻ്റെ കണക്കൂട്ടലുകൾ തെറ്റിച്ചത് BJPയുടെ അത്ഭുതകരമായ വളർച്ചയാണ്. അവിടെ V മുരളീധരൻ ഇത്രയധികം വോട്ട് പിടിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഇപ്പോഴും അതങ്ങോട്ട് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ആറ്റിങ്ങൽ എന്നാണ് ഇത്രയധികം കാവ്യവൽക്കരിച്ചത്? അതിന് വേണ്ട എന്തെങ്കിലും പ്രത്യേക ഒരു സംഭവം ആ മണ്ഡലത്തിൽ നടന്നതായി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഒരുപക്ഷെ ആലപ്പുഴയിൽ സംഭവിച്ചത് തന്നെ ആയിരിക്കാം ആറ്റിങ്ങലിലും സംഭവിച്ചത്. രണ്ടിടത്തും ഈഴവ സമുദായം പ്രബലമാണ്. ജാതിയും മതവും പറഞ്ഞ് മനുഷ്യനെ വേർതിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സമുദായത്തിൻ്റെ പേരെടുത്ത് പറയുന്നതിൽ തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പുറമേ മതേതരത്വം പറയുമെങ്കിലും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ജാതിയും മതവും ഒക്കെ നോക്കി തന്നെയാണ് സ്ഥാനാർത്ഥികളെ നിർത്തുന്നതും വോട്ട് പിടിക്കുന്നതും എല്ലാം ചെയ്യുന്നത്. ഇവിടെ ആറ്റിങ്ങലിലും ആലപ്പുഴയിലുമൊക്കെ സംഭവിച്ചത് ഈഴവ സമുദായത്തിലെ നല്ലൊരു വിഭാഗം ജനങ്ങൾ BJPയിലേക്ക് പോയി എന്നുള്ളതാണ്. ആലപ്പുഴയിലെ കാര്യമെടുക്കുകയാണെങ്കിൽ CPM പാർട്ടി കുടുംബമായിരുന്നവർ പോലും ഇപ്പോൾ BJPയിലോട്ട് മാറിയിട്ടുണ്ട്. അത് ഭരണവിരുദ്ധ വികാരം മാത്രമല്ല, ഇടതുപക്ഷത്തിൻ്റെ കപട മതേതരത്വവും അതിന് കാരണമാണ്. ഇന്ന് കേരളത്തിൽ കപട മതേതരത്വം പറയുന്ന ഏറ്റവും വലിയ പാർട്ടി CPM തന്നെയാണ്. വടകരയിലും മറ്റുമൊക്കെ നമ്മളത് കണ്ടതാണ്. അതിലോട്ടൊന്നും കടക്കുന്നില്ല. ഏറ്റവും കൂടുതൽ നയവ്യതിയാനം വന്നൊരു പാർട്ടിയും CPM ആണ്. കാരണം പണ്ടത്തെ CPM അല്ല ഇപ്പോഴത്തെ CPM. അത് എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെ. എന്തുകൊണ്ട് സാമുദായിക ധ്രുവീകരണം കേരളത്തിൽ നടക്കുന്നു എന്നുള്ളതിൻ്റെ ഉദാഹരണങ്ങളാണ് ശബരിമല സംഭവവും അതുപോലെ തന്നെ തൃശ്ശൂർ പൂര വിവാദവും ഒക്കെ. പിന്നെ പൊതുജനങ്ങൾ ശ്രദ്ധിക്കപ്പെടാതെ പോയ അനേകം സംഭവങ്ങളും ഇതിനിടയിൽ ഉണ്ടായിട്ടുണ്ട്. ചുരുക്കം പറഞ്ഞാൽ താമര വിരിയിച്ചെടുക്കാനുള്ള ചെളിക്കുണ്ടൊക്കെ കേരളത്തിലായി വരുന്നുണ്ട്. ഉത്തരേന്ത്യയിലുമൊക്കെ ഇങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്നങ്ങ് BJP അല്ലെങ്കിൽ താമര മുളച്ചു വന്നതൊന്നുമല്ല. ഒരു 80കളിലോ 90കളിലോ അല്ലെങ്കിൽ പോട്ടെ 2000ൻ്റെ തുടക്കത്തിലോ ഒക്കെ ആണെങ്കിൽ പോലും BJPക്ക് വോട്ട് ചെയ്യുന്നതിനെക്കുറിച്ച് കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കുക പോലുമില്ല. കഴിഞ്ഞ ദിവസത്തെ റിസൾട്ടിൻ്റെ സ്പ്ലിറ്റപ്പ് ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ 11 നിയമസഭാ മണ്ഡലങ്ങളിലാണ് BJP ഒന്നാമതായി എത്തിയത്. ഇത് വെറും സോഷ്യൽ മീഡിയ പരിഹാസങ്ങൾ കൊണ്ട് തടഞ്ഞു നിർത്താവുന്ന ഒരു വസ്തുതയല്ല. ഇനി മറ്റൊന്ന് പറയാനുള്ളത് രാഹുൽ ഗാന്ധിയുടെ താരോദയത്തെക്കുറിച്ചാണ്. വളരെയധികം പരിഹാസം കേട്ട ഒരു നേതാവാണ് രാഹുൽ ഗാന്ധി. ഇദ്ദേഹം ഒരു മണ്ടനാണെന്നും ഇദ്ദേഹം ആയുഷ്കാല ഭാവി പ്രധാനമന്ത്രിയാണെന്നും പറഞ്ഞൊക്കെയാണ് പലരും കളിയാക്കിക്കൊണ്ടിരുന്നത്.
അതിനൊക്കെ ഉള്ള ഒരു മറുപടിയാണ് ഇദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് കൊടുത്തത്. ഇന്നത്തെ സാഹചര്യത്തിൽ ഒന്ന് ആഞ്ഞു പിടിച്ചാൽ ഇദ്ദേഹത്തിന് ഒരു സർക്കാർ ഉണ്ടാക്കാൻ കഴിയും. പക്ഷേ അങ്ങനെ ഒരു സർക്കാർ ഉണ്ടാക്കിയാലും അത് നിലനിർത്താൻ പാടാണ് എന്നുള്ളതാണ് വസ്തുത. ഒരുപക്ഷെ ഇത് ഇവർക്ക് തന്നെ അറിയാവുന്നത് കൊണ്ടായിരിക്കാം ഇവർ അതിന് ശ്രമിക്കാത്തതും. എന്നാലും രാഹുൽ ഗാന്ധി എഴുതിത്തള്ളാൻ കഴിയാത്ത ഒരു നേതാവാണ് എന്നുള്ള കാര്യം അദ്ദേഹം ഇവിടെ സ്ഥാപിച്ചു കഴിഞ്ഞു. ഒരുപാട് പരിഹാസങ്ങൾ ഏറ്റുവാങ്ങുന്നവരെല്ലാം അവസാനം ജയിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. അത് രാഹുൽ ഗാന്ധി ആയാലും സുരേഷ് ഗോപി ആയാലും അങ്ങനെ തന്നെ. പിന്നെ പറയാനുള്ളത് അരവിന്ദ് കെജ്രിവാളിനെ കുറിച്ചാണ്. ഇദ്ദേഹത്തെ വിമർശിച്ചുകൊണ്ട് ഞാൻ 2-3 വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴെല്ലാം ഞാൻ ആവർത്തിച്ച് പറഞ്ഞ ഒരു കാര്യമാണ്, ഇദ്ദേഹം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു ചലനവും ഉണ്ടാക്കാൻ പോകുന്നില്ല എന്നുള്ളത്. അത് അങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്തു. ഡൽഹിയിൽ വട്ടപൂജ്യമാണ് കിട്ടിയത്. ഇദ്ദേഹത്തിന്റെ നാടകങ്ങളൊന്നും ഡൽഹി നിവാസികളുടെ ഇടയിൽ ഏറ്റില്ല എന്നുള്ളതാണ് സത്യം. ഇവിടെ ഒരു വാദത്തിന് വേണമെങ്കിൽ പറയാം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ആം ആദ്മി പാർട്ടിക്ക് ഡൽഹിയിൽ സീറ്റുകളൊന്നും കിട്ടിയിരുന്നില്ല എന്നുള്ളത്. പക്ഷേ അതുപോലെയല്ലല്ലോ ഇപ്രാവശ്യത്തെ സാഹചര്യം. എന്തെല്ലാം നാടകങ്ങൾ ഇദ്ദേഹം കളിച്ചു നോക്കി, പക്ഷെ ഒന്നും ഫലം കണ്ടില്ല. ഇദ്ദേഹമൊക്കെ ഇന്ത്യ മുന്നണിക്ക് എക്കാലത്തും ബാധ്യത തന്നെയായിരിക്കും. പറ്റുമെങ്കിൽ കോൺഗ്രസ് ചെയ്യേണ്ടത് ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഡൽഹി തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ്. പ്രാദേശിക പാർട്ടികളെ അപ്രസക്തമാക്കിക്കൊണ്ട് കോൺഗ്രസും BJPയും തമ്മിലുള്ള നേരിട്ടുള്ള മത്സരമാണ് രാജ്യത്തിനെപ്പോഴും നല്ലത്. ഏതായാലും ഇപ്രാവശ്യവും നരേന്ദ്രമോദിക്ക് തന്നെയാണ് സർക്കാർ രൂപീകരിക്കാനുള്ള അവസരം ലഭിക്കുക. ഇപ്പോഴും ഏറ്റവും വലിയ ഒറ്റകക്ഷി BJPയും ഏറ്റവും വലിയ മുന്നണി NDAയും തന്നെയാണ്. ഇനി വരാൻ പോകുന്നത് ദുർബലമായ ഒരു മോദി സർക്കാരാണോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.